യേശുക്രിസ്തു മഹാദൈവമാണ്, നമ്മുടെ രക്ഷിതാവാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്തോട് ഈ വാക്യത്തെ തെളിയിക്കുക. ആട്ടെ, വിസ്തരിക്കുന്നില്ല. അപ്പൊ കർത്താവിന്റെ തിരുപ്പിറവി, തന്റെ ജീവിതം ഇനി മാത്രമാണോ? കുഞ്ഞുനാളിൽ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇല്ലയോ? എന്തുവാ കൊച്ചിലെ കഴിച്ച വയറ് എന്നെ സങ്കടം എന്നെ. തൈരും തേനും. തൈര് മൂട്ടിച്ചൊന്നും അല്ല. സ്തോത്രം. അപ്പോൾ തൈരും തേനും കൊണ്ട് ഉപയോഗിക്കും. ചെറുപ്പത്തിൽ ഇതുപോലെ ആരെ പറ്റിയാ പറഞ്ഞേക്കുന്നത്? ഒരുത്തരെയും പറ്റിയും പറഞ്ഞിട്ടില്ല, പറയാൻ ഒക്കുകയല്ല. പിന്നെ വന്നു കഴിഞ്ഞ് എല്ലാവരും ഓരോന്നോരോന്നൊക്കെ പറഞ്ഞു. പുള്ളി അങ്ങനാണ്, ഇപ്പടിയാണ്. ഇപ്പൊ പോയിട്ട് ആരും ഒന്നും മിണ്ടുന്നുമില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. നിങ്ങൾക്ക് പറയാം, യേശുക്രിസ്തുവിന്റെ വിശേഷത ഇന്ന് വരെ നമ്മുടെ കർത്താവ് ചരിത്രം കൂടെ വെച്ച ഒരൊറ്റ പുസ്തകം പോലും യേശു എഴുതിയിട്ടില്ല. പക്ഷെ ഇന്നും ആയിരങ്ങൾ അവനെ പറ്റി എഴുതിക്കൊണ്ടിരിക്കുക. അതാ അവന്റെ മഹിമ. യേശു ജീവിച്ച കാലത്ത് ഒരൊറ്റ പുസ്തകം പോലും എഴുതിയില്ല. നമ്മളാണ് ജീവിച്ച് യാകാറാകുമ്പോഴെങ്കിലും ഒരു പുസ്തകം എഴുതി. നമ്മുടെ ഫോട്ടോ, പെമ്പിളയുടെ ഫോട്ടോ, പിള്ളേരുടെ ഫോട്ടോ, പിന്നെ പോയ സ്ഥലത്തെ ഫോട്ടോ, ഇങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ നിൽക്കുന്നത്, ബനിയനിട്ട് നിൽക്കുന്നത്, കാച്ചട്ടയിട്ട് നിൽക്കുന്നത്, എന്തെല്ലാം ഒപ്പീര. കുറ്റം പറയല്ല, കിട്ടാവുന്ന ഫോട്ടോ. ഇപ്പൊ അതിനൊക്കെ പറയാ, ഞങ്ങൾ ഇന്നയാളിനെ പറ്റി പുസ്തകം എടുത്തുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടേ അതല്ല അല്ലേ? യേശുക്രിസ്തു ജീവിച്ച് മരിക്കുന്ന നമ്പർ ഒറ്റ പുസ്തകം പോലും എഴുതിയിട്ടില്ല. പക്ഷെ ഇന്നും അവനെ പറ്റി എഴുതിക്കൊണ്ടിരിക്കുക. അതാ അവന്റെ മഹിമ, അതാ അവന്റെ ശ്രേഷ്ഠത. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീവിച്ച കാലത്തിൽ ആ ഒരു സൈന്യം രൂപീകരിച്ചില്ല. പക്ഷേ ലക്ഷക്കണക്ക് ആത്മീക പടയാളികൾ ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതാ അവന്റെ ശ്രേഷ്ഠത. പ്രൈസ് ദി ലോർഡ്. നൂറുകണക്കിന് പടയാളികൾ, ആത്മീക പടയാളികൾ, ആത്മീക. ഇപ്പം പിന്നെ പടയാളി കിടയാളി എന്ന് പറയാം. ആ പടയാളിയുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ആത്മീക പടയാളികൾ ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും അനേക യേശുവിനായി സമർപ്പിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതാ അവന്റെ ശ്രേഷ്ഠത. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒത്തിരി പറയാനുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നവരാണല്ലോ. കർത്താവ് സാധാരണ ഒരു മനുഷ്യൻ നമ്മൾ ആക്ഷേപം അപമാനമൊക്കെ പറഞ്ഞാൽ ചത്ത് കഴിഞ്ഞ് അല്ലെ മരിച്ചു കഴിഞ്ഞ് കുറേ നാളൊക്കെ പറയും. പിന്നെ നമ്മൾ പറയാം, ഓ അല്ലെ ചത്ത് പോട്ടെ. പക്ഷെ യേശുക്രിസ്തുവിനെ പറ്റി ഇന്നും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ലേ അവന്റെ ശ്രേഷ്ഠത. കാരണം മറ്റേ നിങ്ങളെ പറ്റി ഇനി പറഞ്ഞിട്ട് വലിയ കാര്യം. എല്ലാം ചത്ത് മണ്ണോട് മണ്ണായി പോയതാ. ആർക്കറിയാം? അല്ല ഗുണമില്ലാത്ത കാലത്ത് അല്ല നമ്മുടെ ശലോമോൻ പറഞ്ഞ പോലെ മൃഗവും ചാകുന്ന മനുഷ്യനും ചാകുന്നത് രണ്ടിൻ്റെ ആത്മാവ് മേപ്പോട്ടാന്നോ? ആർക്കറിയാന്ന്? പുള്ളി ഇപ്പം അടിച്ചെല്ലാം കിറുങ്ങിയിരിക്കുക. മേപ്പോട്ടാന്നോ കീപ്പോട്ടാന്നോ? ആർക്കറിയാം? എന്ന് പറഞ്ഞ പോലെ അനേകർ വന്ന് മരിച്ചു, അതെല്ലാം ചത്തു. കുറേ നാളൊക്കെ വർണ്ണിച്ചു. ഇപ്പം ആരും അങ്ങനെ വർണ്ണിക്കാറില്ല, തന്നെയല്ല ആക്ഷേപിക്കുന്നുമില്ല. ആണക്കേടാ, ഓ ചത്തുപോയതാണ് ഇനി പറഞ്ഞിട്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി ഇപ്പോഴും ആക്ഷേപിക്കാൻ കാരണം അവൻ അതുപോലെ ശ്രേഷ്ഠനായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ദൈവത്തിന്റെ മഹത്വം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഉന്നത ദൈവ നന്ദനൻ ഉലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവാനന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിശ്ചയം. എന്തോരത്ഭുതം പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. ഇത്ര മഹാനായുത്തമനാകുമൊരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മഹാനായുത്തമനാകുമൊരുത്തനെ ഉലകിൽ കാണുമോ? ഇതുപോലെ ശ്രേഷ്ഠനായ, യോഗ്യനായ, ഉന്നതനായ ഒരുവനില്ല. സ്തോത്രം.
ഷൗമയിൽ ഞങ്ങളെ തിങ്കളാഴ്ച ഒരു പാട്ട്, പഴയ പാട്ടൊക്കെ അവിടെ എൻ്റെ സന്ദർഭം പറഞ്ഞ് പാടുന്നുണ്ട് സഹോദരന്മാർ, ഞാനും കാണും. ഷൗമയിൽ സാറിൻ്റെ പാട്ടാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ്. അതിൻ്റെ വരികളൊക്കെ എന്ത് നല്ല ശ്രേഷ്ഠമാണ്. കലജതലേശം കാണുന്നില്ല മനുഷ്യനിലും കലജതലേശ കാണുന്നില്ല മനുഷ്യനിലും മരണമതിൻ വിധി എഴുതിയ ജീവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. മരണമതിൻ വിധി എഴുതിയ ജീവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനേസ്തുൽ. ഇതുപോലെ ശ്രേഷ്ഠനായ ഉന്നതനായ മഹിമയുള്ള മഹത്വമുള്ള ഒരുവനില്ല. യേശുക്രിസ്തു ഏക ദൈവം, നിത്യദൈവം. യേശുക്രിസ്തു മാത്രം ദൈവം. അതെ, യെശയ്യാ പ്രവാചകന്റെ വിശേഷത യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി മുതല് അടക്കവും ഉയർപ്പും എല്ലാം യെശയ്യാവ് അടുക്കിടക്കായിട്ടാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്നിവിടെ വേദപണ്ഡിതാക്കൾ പറയാറുണ്ട്. തന്നെയല്ലേ യെശയ്യാവിന്റെ വേറൊരു വിശേഷത, യെശയ്യാവ് പ്രവാചകനാ, അങ്ങയുടെ ഭാര്യയും പ്രവാചകിയ, രണ്ടുപേരും ശുശ്രൂഷ ചെയ്യുന്നവരാ. അങ്ങനെ ചെയ്യുന്ന കുടുംബം എന്ത് നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. രണ്ടുപേരും ശുശ്രൂഷയിലാണ്. അതെ, അധികം വിവരിക്കുന്നില്ല. തന്നെയല്ല, യെശയ്യാവിന്റെ വേറൊരു വിശേഷത, ഈ ഉസിയാവിന്റെ ഉപ്പാപ്പനായിട്ട് വരും. ഉസിയാവിന്റെ അപ്പന്റെ അനിയനാണ് യെശയ്യാവ്. എന്നാ ഉസിയാവ് ഒരു ഗുണം വന്നവനല്ല. ആ കുടുംബത്തിലാണെങ്കിലും ഗുണം വന്ന്, ഒരു കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഗുണമല്ലല്ലോ. യെശയ്യാവ് ദീർഘദർശി, പ്രവചനാത്മാവ് നിറഞ്ഞ് ശുശ്രൂഷിച്ചു. ഉസിയാവ് ഗുണം വന്നവനല്ല. കാരണം ഇവനെ പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കിയവനാ. ഒന്ന് വായിച്ചേര്, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിര്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ അതെ സമയമില്ലല്ലോ. അതിന്റെ 19-ാം വാക്യം വായിര്. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു എന്ന് പറഞ്ഞ പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചേ, പള്ളിക്കകത്ത് ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ പുള്ളി കോപിച്ചെന്ന്. അങ്ങനെ സഭയെ കിടന്ന് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ചെല്ലു പിന്നെ ബൈബിള് ഭാര്യയുടെ കൊടുത്തേച്ച് പറയും, നീ വെളിയിലോട്ടങ്ങ് ഞാനുണ്ട്. അത് കുറച്ചുകൂടെ മര്യാദ ഉണ്ട്. ഇത് ബൈബിൾ ഇറുക്കി പിടിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ചെവിലെ ബൈബിള് ഇവിടെ വെച്ചോണ്ടാണ് വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അപ്പൊ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനാ ഈ ഉസിയാവ്. പള്ളി കിടന്ന് വഴക്കുണ്ടാക്കി. ഇയാൾക്കൊരു മോനുണ്ടായിരുന്നു, പള്ളിയിലോട്ട് വരികയല്ലായിരുന്നു. 27-2 വായിച്ചേ ദൈവദാസി. അവൻ തന്റെ അപ്പന്റെ യോദാമിന്റെ കാര്യമാണ്. അവൻ തന്റെ അപ്പനാകുന്ന ഉസിയാവ് ചെയ്തതുപോലെ കുറെ ഗുണമുള്ള കാര്യമൊക്കെ ചെയ്തെങ്കിലും അടുത്തത് അവൻ പള്ളി കയറുകയല്ല. അവൻ പള്ളിയുടെ അവിടെ വരുമ്പോൾ 80 വിടും. അതുവരെ 40 വന്നേ. പള്ളി ആകുമ്പോൾ അവൻ നല്ല ഫാമിലി. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട്. സഭയെ കിടന്ന് വഴക്കുണ്ടാക്കുന്നവന്റെ സന്തതി സഭയെ വരികയല്ല. ഇപ്പൊ ചെല്ലു പറയോ, പിള്ളേർക്ക് ആർക്കും ആത്മീയമല്ല, അതിനെ വലിയ എടുത്തോണ്ട് ഓടിയോ? പിള്ളേരുടെ മുമ്പിൽ ആദ്യം നീ മാതൃകയോടെ ജീവിക്കണം. വേണ്ടായോ? പക്ഷെ പിള്ളേർക്ക് അറിഞ്ഞ സാൻകുട്ടിക്ക് ഇപ്പൊ പ്രാർത്ഥനയോട് യാതൊരു താല്പര്യമോ? സാൻകുട്ടി കടലിൽ നിന്ന് കയറി വന്നാന്നോ? അല്ലല്ലോ. നിന്റെ വീട്ടിൽ ജനിച്ചതല്ലേ? നിന്റെ മോൻ തന്നെയല്ലേ? സഹോദരി അല്ലയോ പ്രസവിച്ചത്? നീയല്ലോ ജനയിതാണ്. കുഞ്ഞിലെ അമ്മത്തൊട്ടിലിൽ ഇട്ടെടുത്തതല്ലല്ലോ, കൈ തന്നെ ആയിരുന്നല്ലോ. മലക്കക്കര കിടന്നപ്പോഴും സാൻകുട്ടി വീട്ടിൽ തന്നെ ആയിരുന്നേ. എടുത്തോണ്ട് പോയപ്പോഴും സഭയെ നമ്മളല്ലയോ കൊണ്ടുപോയത്. എന്നെ ഇപ്പൊ തെറ്റാൻ കാരണം
നീ ഗുണമല്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതൃകയോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും നിന്നാൽ നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. മനസ്സിലാകുന്നുണ്ടായിരിക്കും. നീ സഭായം കഴിഞ്ഞേച്ച് വീട്ടിൽ വന്ന് ഉപദേശിയുടെ കുറ്റം പറയുക, പാര വെക്കുക, ഫോൺ ചെയ്യുന്നതെല്ലാം കൊച്ചം കേട്ടോണ്ടിരിക്കുക. അവനിങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കുന്നെങ്കിൽ ഇടയ്ക്ക് നിന്നെ കാണുന്നുണ്ട്. ചിലപ്പോൾ അവൻ നട്സ് അടിക്കുക, എന്നെ എന്നിട്ട് ഞാൻ നോക്കും. എൻ്റെ തീന്മേശയുടെ മുൻപിൽ വന്നേ സഭായം, ഞാൻ ഉദാഹരണമായി പറയുന്നത്, സഭായം കഴിഞ്ഞ് അന്നത്തെ ആരാധന പ്രസംഗിച്ച് ഉപദേശി സാക്ഷി പറഞ്ഞ വിശ്വാസി ദൈവദാസൻ അവരെ പറ്റി ആക്ഷേപിക്കുന്നത്, അപമാനം പറയുന്നതിന്റെ സന്തതി കേട്ടോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞേച്ച് വൈകിട്ടത്തെ പരസ്യോധന നീ ആ തമ്പേറടിച്ച് വരുവീ നീ അന്നേരം ചേർക്കം പറഞ്ഞ ഞാൻ കണ്ട ഹത്തുന്നോണ്ട് കഴിച്ചോണ്ടിരുന്നപ്പം. അത് കഴിഞ്ഞ് വൈകിട്ട് കാത്തിരിപ്പിയോഗത്തിന് നീ മറുഭാഷയും തമ്പേറ് തല്ലി ഒരു വശം പൊട്ടിച്ചു. ഇത് രണ്ടും നിന്റെ സന്തതി കണ്ടോണ്ടിരിക്കുക. പെണ്ണെങ്ങനെ എങ്ങനെ സന്തതി ഗുണമാകും? ചെല്ലു പറയുന്നുണ്ട് പിള്ളേരെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. നമ്മുടെ സഭയിൽ പിള്ളേര് വരുന്നില്ല. എങ്ങനെ വരും? എങ്ങനെ വരും? നീ സഭയിൽ വന്ന് കാലുമേ കയ്യും വെച്ച് തള്ളവരലും വിറപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ തോണ്ടി മാന്തി കയറി കണ്ടിട്ട് രാമങ്കാക്കി ഇരിക്കുമ്പോൾ ഇരിക്കുക. നിന്നെ കണ്ടല്ലോ അതിന്റെ സന്തതി വളരുന്നേ. എന്നെ എല്ലാരും പരുങ്ങുന്നേ. ബാക്കി നാളെ ഇത് പിടിപ്പിക്കത്തില്ല. നാളെ ഞാനാ ഇന്നിപ്പോ ലോകമെല്ലാം കേൾക്കട്ടെ. സകല എണ്ണത്തിനോടും കൂടാ പറയുന്നത്, നീ മക്കളുടെ മുമ്പിൽ മര്യാദയ്ക്കും മാനമായിട്ടും യോഗ്യമായിട്ടും മാതൃകാപരമായി നിന്നില്ലെങ്കിൽ നിന്റെ സന്തതി വഴിപഴയ്ക്കും. സ്തോത്രം, സ്തോത്രം. എനിക്കൂടെ ഉള്ള ദൂരാണ്. അപ്പം പള്ളി കിടന്ന് വഴക്കുണ്ടാക്കുന്നത്, മോൻ പള്ളി കയറുന്നില്ല, അത് വലിയ അത്ഭുതമൊന്നും അല്ലല്ലോ. അവൻ പറയും ഞാൻ അവിടെ കലികാലെങ്ങാനും പോരുന്നത് എന്തെങ്കിലും അവിടെ ചെന്ന് എന്തിനാ വഴക്ക് കേൾക്കുന്നത്? എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? എൻ്റെ പ്രിയരെ, മാതാപിതാക്കളോടുള്ള ദൂത പ്രാരംഭത്തിൽ മാതൃകയോടെ ജീവിച്ചോണം പിള്ളേരുടെ മുന്നിൽ. സ്തോത്രം, സ്തോത്രം. ആ ഭാഗം ഞാൻ അങ്ങനെ അങ്ങ് വിടുക. അപ്പൊ അപ്പൻ ഞാൻ എന്നെ കണ്ണ് കാണിക്കുന്നത് പറഞ്ഞോളാം. ഞാൻ പറയാ എൻ്റെ കൂടെ നിന്നോണം. അവിടെ എനിക്ക് നമ്മൾ ഓടനാവട്ടത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ഒന്നുകൂടെ പറയാ, പിള്ളേരുടെ മുമ്പിൽ മാതൃകയോടെ ജീവിച്ചോണം. പിള്ളേർ ചിലപ്പോൾ പൊട്ടം കളിച്ചിരിക്കും, ശ്രദ്ധിക്കാതിരിക്കും. അവർ ശ്രദ്ധിക്കാതെയല്ല, അവരാ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത്. നിന്റെ ഓരോ ചലനവും പിള്ളേർ വാച്ച് ചെയ്യുക. ആരാധനയ്ക്ക് വരുന്നതും ഇത് കഴിഞ്ഞ് വണ്ടിക്കകത്തിരുന്ന് പറയുന്നതും വീട്ടിൽ ചെന്നിരുന്ന് പറയുന്നതും നീ ഫോൺ ചെയ്യുന്നതും കമ്മിറ്റിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ പറയുന്നതെല്ലാം പിള്ളേർ കേട്ടോണ്ടിരിക്കുക. എന്നെ എല്ലാവരും എടുക്കപ്പെട്ടോ? അല്ല, അനക്കമൊന്നുമില്ല. ഇതേ തീക്കളിയാ. അതെ, സബ്ജക്റ്റ് അതല്ല, അതുകൊണ്ട് ഞാൻ അധികം വിസ്തരിക്കുന്നില്ല. അപ്പോൾ അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയല്ല. അത് അത്ഭുതമല്ലല്ലോ. ഇനി യവനൊരു മകനുണ്ടായിരുന്നു, അവന്റെ വിചിത്രമാ, അതിലൊക്കെ വിചിത്രം. 28-24 വായിച്ചേ അമ്മാമേ. തുടക്കിയായിരുന്നേ ഗുണം വന്നേനം. തുടക്കിയല്ലോ, ഉടച്ചു. അടുത്തത് ആ പള്ളി പൂട്ടി. വല്യപ്പൻ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളിക്കകത്ത് കയറുകയല്ലായിരുന്നു. കൊച്ചുമോന്റെ കാലം വന്ന മോൻ പള്ളി. നല്ല ഫാമിലി. എന്നിട്ട് പറഞ്ഞേ, ഞങ്ങൾ അരിസ്റ്റോക്രാറ്റ് ഫാമിലിയായി. നല്ല ഫാമിലി. വല്യപ്പൻ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളിക്കകത്ത് കയറുകയല്ല, കൊച്ചുമോൻ പള്ളി ഊട്ടിയേച്ച് പോയി. ഒരു നാണയത്തിന് 2 വശമുണ്ടല്ലോ. മറുവശം കൂടെ പറയാം. ദാവീദിന്റെയൊക്കെ കാലത്ത് ദൈവാലയത്തിൽ പാട്ട് പാടുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാ, എല്ലാവർക്കും അറിയാം, ആസാഫ്.
ആസാഫിനെ പറ്റി വായിക്കുന്നത് സംഗീതത്തിന്റെ തലവനായിരുന്നാണ്. തലവൻ അണ്ടാ ഒന്നാമത്തെ ദാവീദിന്റെ കാലത്ത് ഒന്നാമത്തെ നിയമനം നടത്തി പാട്ട് പാടാൻ. ദാവീദിന്റെ കാലത്താണല്ലോ ഇതെല്ലാം ശുശ്രൂഷയ്ക്ക് ഓർഡർ വന്നത്. ശൗലിന് ഇതൊന്നും ഓർഡർ ആക്കാൻ താല്പര്യമില്ല, പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പുള്ളി ഇങ്ങനെ ഒന്നാമത് ഈ അഭിഷേകമെല്ലാം പോയി നൊരയും പതയും ചാടി നടക്കുക. കുഞ്ഞുങ്ങള് കരയുന്നു, ശരി, എന്തായിരുന്നാലും ഒന്ന് വെളിയിലോട്ടൊന്ന് പോകുമോ, അല്ല അപ്പുറത്തെ റൂം വല്ല ഇവിടെ ഇല്ലായിരിക്കും, ഇല്ലയോ? ഉണ്ടോ? എന്നാ അങ്ങോട്ട് പോകാൻ പറ, പിന്നെ മിണ്ടായിരിക്കുന്നത്. അതോ ഈ യോഗം കുഴപ്പമെന്ന് മനഃപൂർവ്വം ഓർത്ത് വന്നതാണോ? പിണങ്ങി പോകുകയും ചെയ്യരുത്, നാളെ വരാതെ ഇരിക്കരുത്. നമ്മൾ ഇച്ചിരി നേരമല്ലേ ഏകാഗ്രതയോടെ ഒന്ന് ഇരിക്കേ. ഈ ചില ഉപദേശിമാരുണ്ട്, എൻ്റെ രീതി, പിള്ളേർ കരയോ, വിശ്വാസി മൊബൈലിൽ കളിച്ചിരിക്കുകയോ എഴുന്നേറ്റ് പോവോ അങ്ങോട്ട് നടന്ന് അവർ കൊണ്ടുവന്ന പോയിന്റ് മുഴുവൻ പറയും. എനിക്ക് അങ്ങനെ ഒക്കത്തില്ല. വിശ്വാസി ശീർഷാസനത്തിൽ നിന്നാലും അവർക്ക് വിഷയമല്ല, അവർ പോയിന്റ് എല്ലാം പറഞ്ഞു വെച്ചിരിക്കുള്ളൂ. എന്നാൽ അവൻ യോഗത്തിൽ നിൽക്കുന്ന ശീർഷാസനത്തിൽ അത് ശരിയല്ല. എനിക്ക് 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് കുറച്ച് സമയമുള്ളെങ്കിൽ എല്ലാവരും ഏകാഗ്രതയോടെ ഇരുന്നോണം. സ്തോത്രം. നിങ്ങൾ ചിലപ്പോൾ കണ്ടില്ലേ, ഭക്ഷണം കഴിക്കാൻ കല്യാണത്തിനിരിക്കുമ്പോൾ കൊച്ചു കരയുമ്പോൾ ഉടനെ പറയല്ലേ, അച്ഛൻ കഴിച്ചോ, ഞാൻ കൊച്ചുമായിട്ട്, അല്ലെ കൊച്ചിനെ ചെയ്താ. അത് നല്ല ശ്രദ്ധയാണ്. കാരണം കൊച്ചു കഴിഞ്ഞാൽ ചിലപ്പം മറ്റേ കൂട്ടാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല, പപ്പടം കിട്ടിയെന്ന് വരികയില്ല, ഫ്രൈ ചിലപ്പം. അപ്പം അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും. നിങ്ങൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഞാനിപ്പോൾ അത്രയൊക്കെ പറഞ്ഞുള്ളൂ. നാളെ നമുക്ക് യോഗം ഉണ്ടല്ലോ, പിന്നെ അതുകൊണ്ട് ഞാൻ അപ്പം ശ്രദ്ധിച്ചേ. ഒരല്പസമയം കർത്താവ് ചോദിച്ചില്ലേ, ഒരു അല്പസമയം ഉണർന്നിരിക്കാൻ മേലേ തൂക്കിക്കെട്ടാതെ. അപ്പൊ ശ്രദ്ധിക്കുക, ശൗല് ആത്മീക വിഷയങ്ങളും ആഭ്യന്തര വിഷയങ്ങളും ശ്രദ്ധിച്ചില്ല. ദാവീദിന്റെ കാലം വന്നപ്പോഴാണ് ഇതിനെല്ലാം ഓർഡർ വന്നത്. മില്ലോ പണിതു, കോട്ട പണിതു, സംഭാരനഗരം പണിതു, പാട്ടുകാരെ ക്രമപ്പെടുത്തി, ഊറിന്റെ ക്രമത്തിൽ ശുശ്രൂഷകന്മാരെ നിയമിച്ചു, അതുപോലെ എല്ലാ കാര്യങ്ങളും ഓർഡർ വരുത്തി. അപ്പം അങ്ങനെ വരുത്തിയപ്പോൾ പാട്ടുകാരെ സെലക്ട് ചെയ്തു. അപ്പം ആദ്യം പാട്ടുകാരെ സെലക്ട് ചെയ്തതേ ഉള്ളൂ. അതിൽ സാധാരണ ഒരു പാട്ടുകാരനായിട്ട് ആസാഫിനെ ഇട്ടത്. 15-ാം അധ്യായത്തിൻ്റെ 16 തോന്നുന്നു, എനിക്കും മറവിയുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16 മുതലൊന്ന് വായിച്ച എവിടാന്ന് തോന്നുന്നു. ആ ആ വീണ, കിന്നരം, കൈത്താളം, ആ ആ സംഗീതക്കാരാകുന്ന നിങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവ്യർ ആ ആ ആട്ടെ താഴോട്ട് പഠിച്ചു വരുമ്പോൾ പാട്ടുകാർക്ക് സ്ഥാനം കൊടുക്കുക. ഹേമാന്, ആസാഫ്, ഇങ്ങനെ ചിലരെ ലേവി ഗോത്രത്തിൽപ്പെട്ടവരൊക്കെ പാട്ടുകാരാണ്. അപ്പം ആസാഫിനെ പറ്റി ഒരു ചരിത്രം പറയുന്നത്, ആസാഫിന് സംഗീതത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നെന്നാണ്. സംഗീത വിദ്വാനായിരുന്നു, നിപുണനായിരുന്നു. ട്യൂൺ ചെയ്യും, എഴുതും, പാടും, നല്ല കഴിവുള്ള ആളാണ്. പക്ഷെ ആദ്യത്തെ നിയമനത്തിൽ തൻ്റെ കഴിവിനനുസരിച്ച് ഒരു നിയമനം കൊടുത്തില്ല. നമ്മളായിരുന്നു ആ സഭ കലക്കിയാനും. ആദ്യത്തെ 1-ാം നിയമനത്തിൽ തൻ്റെ കഴിവിനനുസരിച്ച് ഒരു സ്ഥാനം കൊടുത്തില്ല ആസാഫിന്. ആസാഫ് ഉടക്കാനൊന്നും പോയില്ല, എതിർക്കാൻ പോയില്ല, മൗനമായിട്ടിരുന്നു. പുള്ളിക്കറിയാം ദൈവത്തിൻ്റെ ടൈമാകുമ്പം ദൈവം ക്രമീകരിച്ചു. ചില സഭയിൽ, എല്ലായിടത്തുമല്ല, ചിലയിടത്ത് പാടാൻ കഴിവുള്ള കൃപയുള്ളവർ ഉണ്ട്, അവർക്ക് അവസരം കൊടുക്കുകയില്ല. ചുമ്മാ ഒരു ട്യൂണും കാണുകയില്ല, യാതൊരു താളബോധമില്ലാത്തവൻ്റെ അല്ല അമ്മായിക്ക്. അവൻ നിന്നങ്ങ് അമറുക. എന്നാൽ ആ സഭയിൽ നല്ല കഴിവുള്ളവർ കാണും, അവർക്ക് കൊടുക്കത്തുമില്ല. എനിക്കറിയാം ഒരു പാസ്റ്ററുടെ ഭാര്യ
ഒരു മൈക്കുമായിട്ട് അങ്ങിരിക്കുന്നത്. ഒരു ബോധമുള്ള തള്ളയല്ല പാട്ടിനെ പറ്റി. ഒരു 4-5 പുസ്തകമായിട്ട് അങ്ങ് കുത്തിയിരിക്കുക, ഒരു കൊച്ചു മൈക്കുമായിട്ട്. എന്നാൽ ആ സഭയിൽ നന്നായിട്ട് പാടാൻ കഴിവുള്ള സഹോദരിമാരുണ്ട്, അവർക്ക് കൊടുക്കുകയില്ല. ഇതിങ്ങനെ പൊരുന്നക്കോഴി ഇരിക്കും പോലെ മൈക്കുമായിട്ട്. ഞാൻ ഒരിക്കലും ആ സഭയിൽ ചെന്നപ്പോൾ എന്നോട് വേറൊരാൾ പറഞ്ഞു, അച്ചോ ഏത് പാട്ട് പാടിയാലും കയറി പാടും, മൈക്കും കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. 5-6 പുസ്തകം സൈഡിൽ വെച്ചേച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാൻ പാട്ട് പാടി, ഒറ്റ പാട്ടെൻ്റെ കൂടെ പാടിപ്പിച്ചില്ല. തള്ളവിടെ വട്ടം വിട്ട് നോക്കുക പാട്ടിൻ്റെ ആദ്യം. അറിയത്തില്ല ചേട്ടാ, ഞാൻ ആദ്യം എടുത്തില്ല, ഇടയ്ക്കുന്ന പിന്നെ അയ്യോ ആ തള്ളേനൊക്കെ അങ്ങനെ ഒതുക്കാൻ പറ്റുള്ളൂ, അല്ല ഒന്നും അമരുന്നതല്ലതൊന്നും. എന്നാൽ ആ സഭയിൽ നല്ല സഹോദരിമാരുണ്ട്, നന്നായിട്ട് ട്യൂണുള്ള പാടുന്ന, അവർക്ക് ഇവർ മൈക്ക് കൊടുക്കത്തുമില്ല. നിങ്ങൾ യോജിക്കുകയോ യോജിക്കാതിരിക്കുമോ, അർഹതപ്പെട്ടവന് കൊടുക്കണം. പാടാൻ കഴിവുള്ള സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അവർ പാടട്ടെ. ഭാഷ വാരി കിടന്ന് അലറണമെന്ന് തന്നെ എത്ര നിർബന്ധം? എൻ്റെ അഭിപ്രായം ആ വചനത്തെ കൂട്ടി പഠിച്ച യോഗ്യരായവരെ ആക്കണം. സഭയ്ക്ക് ചിലപ്പോൾ പ്രബോധിപ്പിക്കാൻ കഴിവുള്ള നല്ല സഹോദരന്മാർ കാണും, അവർ വന്നൊരു 10 മിനിറ്റ് പ്രബോധിപ്പിക്കട്ടെ. ഇത് മൂത്തതാണെന്ന് പറഞ്ഞ് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്തുകയായിരുന്നു. ഞാൻ സഭയുടെ ആരംഭകാലം മുതലുണ്ടെങ്കിൽ നേരത്തെ ചത്തോണം. നീ നേരത്തെ ചത്തോണം. അതിന് യോഗ്യരാവരെ തിരഞ്ഞെടുക്കേ. സ്തോത്രം. എല്ലാ മേഖലയിലും അങ്ങനല്ലേ? ഞാൻ എപ്പോഴും പറയാം, ചില ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കാൻ പറയാം, അച്ഛാ ഇന്ന വിഷയമായി ഇവിടുത്തെ തീം. ഞാൻ പറയാം എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല, ഇന്നയാളിനെ വിളിക്ക്, പുള്ളിയെ നന്നായിട്ട് അവതരിപ്പിച്ച് പ്രസംഗിക്കും. അത് തെറ്റുവല്ലോ ഉണ്ടോ? അറിയാൻ മേലാത്ത ഞാനവിടെ ചെന്ന് അത്തത്താ പിത്തത്താ പറഞ്ഞ അവസാനം പാട്ടെടുത്തിട്ട് ആത്മാവ് നിറഞ്ഞ് നിന്നെയും കൊല്ലും ഞാനും ചാകുമെന്നും പറഞ്ഞ് എന്തിനീ അലങ്കോലം ഉണ്ടാക്കുന്നു? നിന്നെ യോഗ്യരായവർ ചെയ്യട്ടെ, അവര് കയറി വരട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരുണ്ട്, പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. പാടാൻ കൃപയുള്ളവർ കയറി പാടട്ടെ. പ്രബോധിപ്പിക്കാൻ കഴിവുള്ളവർ കൃപയുള്ളവർ പ്രബോധിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ചില കൺവെൻഷനൊക്കെ ചെന്നേ സെക്രട്ടറിയോ ട്രഷറിന്റെയോ അല്ലെ കാശ് മുടക്കുന്ന അച്ചായന്റെ പിള്ളേരായിരിക്കും ഓർഗൻ വായിക്കാൻ. ഏവൻ ഒരു കുന്തക്കോടാലി അറിയാൻ മേല. അതൊരു ശുശ്രൂഷയ്ക്കാണോ ചെയ്യുന്നേ? ഒരു ആത്മീക ശുശ്രൂഷയല്ലേ? ഉഴപ്പരുത്. മനസ്സിലാകാഴിയാണോ അതോ നാളെ വാ. അപ്പൊ ആസാഫിന് കഴിവുണ്ട്, സാമർഥ്യമുണ്ട്, നിപുണതയുണ്ടെങ്കിലും നല്ലൊരു നിയമനം കൊടുത്തില്ല. എല്ലാവരുടെയും കൂട്ടത്തിലും കിട്ടും. ഒന്നുകൂടെ വായിച്ചത് ഈ ഒരു അസിയാവാക്യം, അത് മറന്നെന്നാ തോന്നുന്നത്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-16 മുതലല്ലേ? സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരാകുന്ന തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. സംഗീതക്കാര് യോവേലിന്റെ മകനാകുന്ന ഹേമാൻ, പിന്നെ ബേരക്കിയാവിന്റെ, അതായത് ലേവി ഗോത്രത്തിൽ കോരക കുലത്തിൽ ബേരക്കിയാവിന്റെ മകനായ ആസാഫിനെയും മെരാരിൽ ഏതാൻ. അപ്പൊ ഹേമാൻ, ആസാഫ്, ഏതാൻ, സെക്കരിയാവ്, ചുരുക്കി പറഞ്ഞ ചില പേരുകളാ. ഏതായാലും തെറ്റാതെ വായിക്കുന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ചിലരെ സംഗീത ശുശ്രൂഷയ്ക്ക് ആക്കി. എന്നാൽ ആസാഫിന് കഴിവുള്ളയാളാ, മിടുക്കനാ, പ്രഗത്ഭനാ. ആദ്യത്തെ നിയമനത്തിൽ എല്ലാവരുടെയും കൂടെ എടുത്തിട്ടതേ ഉള്ളൂ. ആസാഫ് ഉടക്കിയില്ല, ഒതച്ചില്ല, മുഖം വീർപ്പിച്ചിരുന്നില്ല, ഓളിയം കുറച്ചില്ല. ഇന്നത്തെ ആസാഫ് തന്നെ ഉടനെ അത് പിടിച്ചു
അല്ലെ ഇറങ്ങിപ്പോവും, ഇല്ല ഉടക്കുണ്ടാക്കും. ആസാബ് ഒന്നും ചെയ്തില്ല. ആസാബ് ഏൽപ്പിച്ച ശുശ്രൂഷ അങ്ങ് വിശ്വസ്തയോടെ ചെയ്തു. ആസാബിനറിയാം ദൈവത്തിന്റെ ടൈം ആകുമ്പം ദൈവം ഓരോരുത്തരെ ആക്കേണ്ട സ്ഥാനത്ത് ആക്കും. ആക്കും. ആസാബ് ഒന്നും മിണ്ടിയില്ല. വേണേ യോഗം കഴിയുമ്പം വന്ന ആസാബിനോട് പറഞ്ഞുകൊണ്ട് അച്ചായന് നല്ല കഴിവുള്ളത്, എന്നാൽ ഇവർ ഈ ചെയ്ത് അച്ചായനോട് എന്നെ പറഞ്ഞു. ഞാനും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആ സ്വോത്രം പോലും പറയാതെ ഇങ്ങനെ അച്ചായൻ ചിന്തിച്ചില്ലേ, പിന്നെ നമുക്കിതിനെതിരെ പ്രതികരിക്കണം. ആസാബ് ഒന്നിനും പോയില്ല. ചരിത്രം പറഞ്ഞത് താനിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പദ്ധതി, ദാവീദ് രണ്ടാമതൊരു നിയമനം നടത്തി. രണ്ടാമതൊരു നിയമനം വന്നപ്പോൾ ആസാബിനെ തലവനാക്കി. അണ്ട 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമല്ലോ കണ്ണിക തുടങ്ങുന്നത് മുതല്. ആസാബ് തലവൻ മതി. 1-ാം നിയമനത്തിൽ എല്ലാവരുടെയും കൂടെ എടുത്തിട്ടതേ ഉള്ളൂ. ഇടഞ്ഞില്ല, ഉടക്കിയില്ല, ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം അനീതിക്ക് കൂട്ടുനിൽക്കുന്നവനല്ലല്ലോ, അനീതിയുടെ പക്ഷത്തല്ലല്ലോ ദൈവം. ദൈവം നീതിമാനല്ലേ. തക്ക സമയത്ത് ദൈവം തന്നെ ഉയർത്തുവന്ന് തക്ക സമയം വരുമ്പോൾ ദൈവം തന്നെ മാനിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ബലപ്പെട്ട ഇവിടെ നിന്ന് തിരിച്ചു പോകാവോ? മുടക്കരുത്, മറുപടി പറയരുത്, ആമേ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്, തകർന്നു പോകരുത്, തളർന്നു പോകരുത്. കേസിന് കൂടെ പോകണ്ട, കോടതിയിൽ പോകണ്ട, ഗ്രൂപ്പിസ ഉണ്ടാക്കണ്ട. ഇന്നങ്ങനെ ഉടനെ തന്നെ ഗ്രൂപ്പിസ ഉണ്ടാക്കുകയല്ലേ. വിശുദ്ധന്മാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, അശുദ്ധന്മാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു ഗ്രൂപ്പ്. എന്താ വാടാ ഞങ്ങൾ വിശുദ്ധന്മാരുടെ ഗ്രൂപ്പ്, മറ്റേതോ അത് അശുദ്ധന്മാരുടെ ഗ്രൂപ്പ്, മറ്റേതോ അത്ര വിശുദ്ധിയില്ല, അത്ര എന്താ പാടാ ഇവനില്ല. ഇതിനകത്ത് ഒരു ഗ്രൂപ്പിസവും പാടില്ല. ഒരു ഗ്രൂപ്പിന്റെ പുറകെ നീ പോകണ്ട. നീ മുട്ടുമടക്കി പ്രാർത്ഥിക്ക്, ദൈവസന്നിധി മുടക്കാനും മുടക്ക്, ദൈവത്തോട് അപേക്ഷിക്ക്, അവന്റെ ബലമുള്ള ഭുജത്തിലേക്ക് താണിരിക്ക്. തക്ക സമയം വരുമ്പോൾ ദൈവം നിന്നെ ആദരിക്കും, ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ആസാബ് സംഗീതത്തിന്റെ തലവൻ. സ്വോത്രാഴ്ച പുള്ളി കൂടെ കൂട്ടിരുന്ന് പറയുക, എല്ലാവരും തരും, ഭാരപ്പെടുവൊന്നും വേണ്ട. പുള്ളിക്ക് അങ്ങ് വെപ്രാളവും സങ്കടവുമാണ്. എല്ലാവരും എൻ്റെ പരിവർത്തനെല്ലാം കൈകാര്യം ചെയ്യും. കർത്താവിന് മഹത്വം. ഒരു കുടുംബത്തെ പറ്റി ഞാൻ പരിചയപ്പെടുത്തില്ലയോ? വല്യപ്പൻ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയില്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി. എന്നാ ഇപ്പുറത്തെ കുടുംബമാണ്. വല്യപ്പനാകുന്ന ആസാഫ് ദൈവാലയത്തിൽ പാട്ട് പാടുന്ന തലവൻ. ആസാഫിന് ഒരു മകനുണ്ടായിരുന്നു. അവനെ പറ്റി വായിക്കുന്നത് പ്രാർത്ഥിക്കുന്നവനായിരുന്നെന്ന്. അവനൊരു മകനുണ്ടായിരുന്നു. അവനെ പറ്റി എഴുതിയേക്കുന്നത് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ സ്തോത്രം ചെയ്യുമായിരുന്നെന്ന്. വല്യപ്പൻ പാട്ട് പാടും, മോൻ പ്രാർത്ഥിക്കും, കൊച്ചുമോൻ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ സ്തോത്രം ചെയ്യും. ഞാൻ ആ വാക്യം അങ്ങ് മറന്നു. നിങ്ങൾ എടുത്തെങ്കിലൊന്ന് അങ്ങനെ ഞങ്ങളെടുത്തേച്ച് ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ ഇത് തെളിയണ്ടെന്നായിരിക്കും. എവിടാണെന്ന് ഞാനും അങ്ങ് മറന്നുപോയി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? വല്യപ്പനാകുന്ന ആസാഫ് പാട്ട് പാടുമായിരുന്നു പള്ളി. അവന്റെ മകൻ മീഖയെ പറ്റി വായിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. മീഖയ്ക്കൊരു മകനുണ്ടായിരുന്നു, അവൻ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ സ്തോത്രം ചെയ്യുമായിരുന്നു. ഞാൻ ആ റെഫറൻസ് അങ്ങ് മറന്നുപോയി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ?
നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങൾക്ക് അതും അറിയാം, അതിൻ്റെ അപ്പുറവും അറിയാം, അയാളുടെ മകനെ അറിയാമെന്ന് പറഞ്ഞായിരിക്കുന്നേ. നെഹമ്യാവിൻ്റെ പുസ്തകം ആണെന്ന് തോന്നുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ ആ 11-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വന്നിട്ട് അതാണെന്ന് തോന്നുന്നു. നെഹമ്യാവ് 11-17 വായിച്ചേ. അത് തന്നെ വായിര്. ആസാഫിൻ്റെ മകനെ ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞപ്പോൾ ആരും എടുക്കാരുത്, ചിപ്പം പിന്നെ മൊത്തം അധ്യായം വായിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, വായിര് സഹോദരി വായിര്. ആസാഫിൻ്റെ മകനായി അതൊന്നും കാണിക്കണ്ട. ആരായി വാക്യം കാണിക്കുന്നേ? അത് നിർത്തിക്കേ. എല്ലാവരും വേറെ ദിവസം എടുക്കണം, ചുമ്മാ അതല്ലല്ലോ. അത് നിർത്ത്. നിങ്ങളുടെ വേറെ ദിവസം എന്തിയേ? മോൻ്റെ വേറെ ദിവസം എന്തിയേ? എടുത്തോണ്ട് വാ, എടുക്ക്. അത് മടക്കി വെച്ച് വേറെ ദിവസം എടുക്ക്. അതാരുടെ വേറെ ദിവസം? മോൻ്റെ എന്തിയേ? ഇല്ലേ, ഞാൻ തരാമല്ലോ. തിരിച്ചു തരണേ. നിങ്ങളുടെ വേറെ ദിവസം എന്തിയേ? നാളെ കൊണ്ടുവരണേ. സഹോദരി വായിര്. ആസാഫിന്റെ മകനായി, സപ്തിയുടെ മകനായി, മീകയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന ആസാഫ് പാട്ട് പാടും. മീകയെ പറ്റി പഠിക്കുന്നത് പ്രാർത്ഥിക്കും. അവന്റെ കൊച്ചുമകനാ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ സ്തോത്രം ചെയ്യും. എന്ത് നല്ല കുടുംബം! മറ്റേ കുടുംബം കണ്ടായിരുന്നല്ലോ. വല്യപ്പൻ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയില്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി. ഇപ്പുറത്ത് വേറൊരു കുടുംബം, വല്യപ്പനെ പള്ളി പാട്ട് പാടും, മോൻ പ്രാർത്ഥിക്കും പള്ളിക്കകത്ത്, കൊച്ചുമോൻ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ സ്തോത്രം ചെയ്യും. നീ ഇതിലേത് കുടുംബത്തിലാ? മിക്കവാറും പലരും ആദ്യത്തെ കുടുംബക്കാരാന്നാ. ആസാഫിന്റെ കുടുംബം പോലെ ആകട്ടെ നമ്മുടെ കുടുംബം. പാട്ട് പാടുന്ന പിതാക്കന്മാരും പ്രാർത്ഥിക്കുന്ന തലമുറകളും അവൻ സ്തോത്രം ചെയ്യുന്ന തലമുറകൾ എഴുന്നേക്കട്ടെ. നമ്മുടെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. എല്ലാ ഭവനങ്ങളെയും ദൈവം ആശീർവദിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും ദൈവം ഉയർത്തട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആസാഫിന് ഒരു കാര്യം പിടികിട്ടി, മൗനമായിട്ടിരുന്നാ മതി, തക്ക സമയം വരുമ്പോൾ ദൈവം ഉയർത്തും. അപ്പോൾ യെശയ്യാവ് ഉസിയാവിൻ്റെ ഉപ്പാപ്പന. ഇനി ആ ഭാഗം എടുക്കുന്നില്ല. അങ്ങനെയുള്ള യെശയ്യാവ് ദീർഘദർശി, യേശു ക്രിസ്തുവിനെ പറ്റി നന്നായിട്ട് പ്രവചിച്ച പ്രവാചകന്. നമ്മൾ ഇന്ന് രാത്രി 59-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ് വായിച്ചത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകെ പോയിട്ടില്ല. ശ്രദ്ധിക്കുക, യെശയ്യാ പ്രവചനം 58-ാം അധ്യായം പഠിക്കുമ്പോൾ, വേദപുസ്തകം പഠിക്കുന്ന ധ്യാനിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, ഉപവാസവും പ്രാർത്ഥനയും അതിൻ്റെ വ്യവസ്ഥയാണ് 58. ഒന്നുകൂടെ പറഞ്ഞാൽ, വ്യവസ്ഥ തെറ്റിയുള്ള പ്രാർത്ഥനയും വ്യവസ്ഥ പ്രകാരമുള്ള പ്രാർത്ഥനയും, അതാണ് 58-ലെ വിഷയം. വ്യവസ്ഥ പ്രകാരം എങ്ങനെ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, അതാണ് 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ പഠിച്ചു വരുമ്പോൾ കാണാം, വിവരിക്കുന്നില്ല. എന്നിട്ട് 59-ാം അധ്യായത്തിൽ പറയുകയാ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ. ദൈവകുഞ്ഞുങ്ങളാ കൂടുതൽ കേൾക്കുന്നത്, അതുകൊണ്ടൊരു ഉറപ്പിൻ്റെ കാര്യം നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. ഞാൻ ഇങ്ങനെ പറയുന്നത്, 58-ാം അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ, ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്ന ഒരു ദൈവ പൈതൽ, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന നാളുകളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടരുത്. ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. നീ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, മാസങ്ങളിൽ, ആഴ്ചകളിൽ, വർഷങ്ങളിൽ ഒരു വിടുതലില്ലല്ലോ, നടന്നില്ലല്ലോ എന്നോർത്ത് പതറരുത്. നീ സേവിക്കുന്ന, ആരാധിക്കുന്ന കർത്താവിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല.